ഒരു സൗഹൃദ കൂട്ടായ്മയിലിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഒരാൾ പറഞ്ഞൊരു കാര്യം, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ കൊടുക്കുന്നത് ഫോണാണ്, അതിൽ കമ്പ്യൂട്ടർ ഗെയിമാണ് അവർ കളിക്കുകയും മറ്റും പലതും ചെയ്യുന്നത്, ഓൺലൈൻ ഗെയിം അടക്കമുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൽ അവർ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടാകുന്നില്ല. അതിന് പകരം മറ്റൊരാൾ ഈ ഗെയിമിലുള്ള ഒരാളായി ഇവർ മാറുകയാണ്. 3-4 മണിക്കൂർ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ അതിനുള്ളിലിരിക്കുമ്പോൾ അവരൊരു അതിജീവനത്തിൻ്റെ ഗെയിം കളിക്കുകയാണ്. 2 കാര്യങ്ങളെ ചെയ്യാനുള്ളൂ, ഒന്നുകിൽ ജീവിക്കുക അല്ലെങ്കിൽ കൊല്ലുക എന്ന നിലയ്ക്കുള്ള ഗെയിമുകളാണ് ഇവരെ നയിക്കുന്നത് 3-4 മണിക്കൂർ. ഇത് ഉണ്ടാക്കുന്ന ഒരുതരം ചോദനയുണ്ടല്ലോ, അതിനപ്പുറത്തേക്ക് നമ്മൾ മനസ്സിനെ സ്വാധീനിക്കും എന്ന് പറയുന്ന പല കാര്യങ്ങളുണ്ട്. അതിൽ കലയുണ്ട്, കവിതയുണ്ട്, പലതുമുണ്ട്. അതിൽ സമയം ചെലവഴിക്കണമോ ഇതിൽ സമയം ചെലവഴിക്കണോ എന്നത് കുഞ്ഞുങ്ങളുടെ മാത്രം ചോയ്സായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ. അവർക്ക് എത്രത്തോളം ആ പ്രായത്തിൽ ആ വിവേചന ബുദ്ധി ഉണ്ടാകും എന്നുള്ളത് നമ്മൾ എഴുതി തള്ളി കൊടുത്തിരിക്കുകയാണ്. അവരാണ് തീരുമാനിക്കേണ്ടത് എന്ന് 10-16 വയസ്സുള്ള ഒരു കുട്ടിക്ക് നമ്മൾ എഴുതി തള്ളി കൊടുക്കുമ്പോൾ അവരിൽ നിന്ന് നമ്മൾ എന്താ പ്രതീക്ഷിക്കേണ്ടത്? അല്ല, ഇതിൽ നിന്ന് പറയുമ്പോൾ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഒരുപാട് ഫാക്ടേഴ്സിൽ നമ്മൾ ഇതിനെ 1-2 ഫാക്ടറുകളിലേക്ക് മാത്രം എണ്ണിയിട്ട് അതിൻ്റെ ഒരു കാരണം അന്വേഷിക്കുന്നതിൻ്റെ അകത്ത് എത്രത്തോളം അതിൻ്റെ ഒരു കഴിവുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം സ്വാധീനങ്ങളുണ്ടാവും തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത്. നമ്മൾ പറയുന്ന പോലെ ഇപ്പോൾ പൊതുവെ പരക്കെ പറയുന്നത് പോലെ തന്നെ സിനിമയുടെയും ഈ പറയുന്ന വീഡിയോ ഗെയിമുകളുടെയും ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെയും ഒക്കെ സ്വാധീനങ്ങളുണ്ടാവും. പക്ഷേ ഇതിൻ്റെ കാരണം അത് തന്നെയാണോ എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ഈ ഒരു ശബ്ദ സന്ദേശത്തിൽ തന്നെ അതൊരു സംഭവിച്ചു കഴിഞ്ഞ ശേഷവും അവർ വ്യാകുലപ്പെടുന്നത് ഇങ്ങനെയൊന്ന് സംഭവിച്ചു പോയതിൻ്റെ പേരിലല്ല, അല്ലെങ്കിൽ അവർ അതിൻ്റെ സാധ്യതകൾ അന്വേഷിക്കുന്നത് ഇനി നിയമത്തിൻ്റെ പഴുതുകൾ വെച്ചിട്ട്, അല്ല ഇതൊന്നും അത്ര വലിയ കാര്യമുള്ള കാര്യമല്ല, നമുക്ക് വേറെ ഊരിപ്പോരാ എന്ന് പറയുന്നതിൻ്റെ അകത്ത് വളരെ ഇതിനേക്കാൾ വലിയൊരു പ്രത്യാഘാതം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ചിന്താഗതിയാണത്, ഒരു പ്രവണതയാണത്. അപ്പോൾ അതിനകത്ത് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം ഒരു ക്രിമിനൽ ബുദ്ധി എന്ന് പറയുന്ന സംഗതി അതിനകത്ത് വളരെ കൃത്യമായിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെ അതെങ്ങനെ സംഭവിക്കുന്നു, അതെന്തുകൊണ്ടാണ്? ഇപ്പോൾ കുട്ടികളെ കേൾക്കുക, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇപ്പോൾ നമ്മളെടുത്ത് വരുന്ന ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളാവട്ടെ, അവർക്ക് പറയാനുണ്ടാവുന്ന, അവർക്ക് ഇങ്ങനെ പറയാനൊരു വേദി അല്ലെങ്കിൽ ഒരു സാധ്യത കിട്ടുന്ന സമയത്ത് അവർ പറയുന്ന കാര്യങ്ങൾ പോലും പലതും നമ്മളെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവരെ കേൾക്കുക എന്നുള്ളൊരു കാര്യം, എന്തൊക്കെയാണ് അവരുടെ താല്പര്യങ്ങൾ, ഏത് രീതിയിലാണ് അവരുടെ ചിന്തകൾ പ്രവഹിക്കുന്നത്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അവർക്ക് പറയുക എന്നുള്ളതിനപ്പുറത്തേക്ക് അവരെ കേൾക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം നമുക്കുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങൾ, എന്തൊക്കെയാണ് അവരെ ആകുലപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവരുടെ താല്പര്യങ്ങൾ. അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്യുക, ഒരു മാതൃക സെറ്റ് ചെയ്യുക എന്ന് പറയാം. നമ്മൾ പറയുന്നതിനേക്കാൾ അവർ കണ്ടിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഓൺലൈൻ ഗെയിമുകൾ സ്വാഭാവികമായിട്ടും അറിയാം പലതും, അതിന് പറഞ്ഞ പോലെ കുറേ സ്റ്റഡീസ് അതിന് അല്ലാതെയുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് പണ്ട് ഒരു കുട്ടിക്ക് ഒരു തോക്കും ഒരു പമ്പനം വെച്ച് കൊടുത്ത ഒരു ആൺകുട്ടി ചിലപ്പോൾ ആദ്യം പോയിട്ട് എടുക്കുന്ന ഒരു തോക്കായിരിക്കും. അപ്പം അതിനർത്ഥം അയാൾക്ക് കൊല്ലാനുള്ള പ്രേരണ ഉണ്ടെന്നല്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഘട്ടം വരുന്ന സമയത്ത് ഇപ്പോൾ അത് എത്രത്തോളം മാറിയിരിക്കുന്നു, എത്രത്തോളം വന്യമാണ്. അതായത് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾക്കൊരു വേദനിക്കുന്നത് പോലും എന്താ പറയുക, അതിനപ്പുറത്തേക്ക് അവനെ ഇല്ലാതാക്കി കളയാം എന്ന് വളരെ പ്രീ പ്ലാൻ ചെയ്ത് പോവുക എന്ന് പറയുമ്പോൾ അതിന് തീർച്ചയായിട്ടും ഈ ഗെയിമുകൾക്കൊക്കെ അപ്പുറത്തേക്ക് വളരെ വലിയൊരു സൈക്കോളജിയിൽ തന്നെ വലിയൊരു തകരാറ് സംഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ഏറ്റവും കൃത്യമായിട്ട് പറയാനുള്ളത്.